നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. UAE ഇപ്പോൾ വെസ്റ്റ് ബാങ്കിലെ വിഷയത്തിൽ ഇപ്പോൾ ഇസ്രായേലിനൊരു മുന്നറിയിപ്പുമായി വന്നിരിക്കുകയാണ്. ഇസ്രായേലി മന്ത്രിസഭയിലെ ധനമന്ത്രിയായിട്ടുള്ള സ്മോട്രിച്ച് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അതായത് വെസ്റ്റ് ബാങ്കിലെ 82% ഇസ്രായേൽ സ്വന്തമാക്കണം എന്നാണ് അദ്ദേഹം പ്രസ്താവന നടത്തിയത്. എന്നാൽ ഇസ്രായേൽ അതിനുവേണ്ടി മുതിരുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നീട് 2 സ്റ്റേറ്റ് സൊല്യൂഷൻ അത് പിന്നീട് നടക്കുകയില്ല. അതായത് ഇസ്രായേലും പാലസ്തീനും 2 രാജ്യങ്ങളാക്കുക എന്നുള്ള ആ ഒരു ആശയം പിന്നീട് നടക്കുകയില്ല. അതിനാലാണ് ഇപ്പോൾ UAEയുടെ പ്രതിനിധി ലാന നുസൈബ പറയുന്നത് വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലിന്റെ ഇത്തരം നടപടികൾ അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കുകയില്ല എന്ന്. എന്നാൽ UAE ഇസ്രായേലുമായിട്ട് പല മേഖലകളിലും കൂട്ടുകെട്ടുണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ വ്യാപാര മേഖല, ടെക്നോളജി, സുരക്ഷ തുടങ്ങിയ മേഖലകളിലെല്ലാം UAE ഇസ്രായേലുമായിട്ട് കൂട്ടുകൂടിയിട്ടുണ്ട്. ഇതിനിടെയാണ് ഇപ്പോൾ ഈ ഇസ്രായേലി മന്ത്രിയുടെ ഭാഗത്ത് നിന്ന്, ഇസ്രായേലി ധനമന്ത്രിയായിട്ടുള്ള സ്മോട്രിച്ചിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു പ്രസ്താവന വരുന്നത്. അതായത് 82% വെസ്റ്റ് ബാങ്ക് ഇസ്രായേൽ സ്വന്തമാക്കണം എന്നുള്ള പ്രസ്താവന വരുന്നത്. സ്വാഭാവികമായിട്ടും പാലസ്തീൻ്റെ ഒരു കാര്യത്തിൽ UAEക്ക് അങ്ങനെ വിട്ടുകൊടുക്കാൻ കഴിയുകയില്ല. ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് അത്തരം ഒരു നീക്കം ഉണ്ടാകുകയാണ് എന്നുണ്ടെങ്കിൽ ഇരു രാജ്യങ്ങളുടെയും ബന്ധം വഷളാകുമെന്നാണ് ഇപ്പോൾ UAE വ്യക്തമാക്കുന്നത്. ഈ 2 രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഒരുപക്ഷെ വഷളായേക്കാം. അതായത് എബ്രഹാം അക്കോർഡ്സ് എന്ന് പറയുന്ന ആ ഒരു കരാർ തന്നെ പിന്നീട് അതിനൊരു ഭാവിയില്ലാത്തൊരവസ്ഥയിലേക്ക് വരെ പോയേക്കാം. എബ്രഹാം അക്കോർഡ്സ് എന്ന് പറയുന്നത് 2020 UAE തുടങ്ങിയ ചില അറബ് രാജ്യങ്ങൾ ഇസ്രായേലുമായിട്ട് സൗഹൃദം സ്ഥാപിക്കാനായിട്ട് ഉണ്ടാക്കിയ ഒരു കരാറാണ് ഈ എബ്രഹാം അക്കോർഡ്സ് എന്ന് പറയുന്നത്. ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിന്റെ 82% പിടിച്ചടക്കാനായി ശ്രമിച്ചാൽ ഈ ഒരു കരാർ അത് പ്രതിസന്ധിയിലാകുമെന്നാണ് ഇപ്പോൾ UAE പറയുന്നത്. അൽ ജസീറയാണ് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. മറ്റൊരു വാർത്ത വരുന്നത് ഫ്രാൻസിൽ നിന്നാണ്. ഫ്രഞ്ച് പ്രസിഡന്റ് ആയിട്ടുള്ള ഇമ്മാനുവൽ മാക്രോൺ ഒരുപക്ഷെ ഇസ്രായേൽ സന്ദർശിച്ചേക്കാം എന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമുക്കറിയാം, ഇതിനു മുമ്പ് ഫ്രഞ്ച് പ്രസിഡന്റ് ആയിട്ടുള്ള മാക്രോൺ പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നു, ഔദ്യോഗികമായി അംഗീകരിക്കാൻ പോകുന്നു എന്ന രീതിയിൽ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. തീർച്ചയായിട്ടും ഇസ്രായേൽ ഇത്തരമൊരു നടപടിയെ, അതായത് ഫ്രാൻസ് പാലസ്തീനെ അംഗീകരിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു നടപടിയെ കനത്ത ഭാഷയിലാണ് വിമർശിച്ചത്. ഇതിനെല്ലാം ഇടയിലാണ് ഇപ്പോൾ ഫ്രഞ്ച് പ്രസിഡന്റ് ആയിട്ടുള്ള മാക്രോൺ ഇപ്പോൾ ഇസ്രായേൽ സന്ദർശിക്കാൻ പോകുന്നു എന്ന രീതിയിൽ ഒരു വാർത്ത വരുന്നത്. എന്നാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഇത്തരം ഒരു സന്ദർശനം ഉണ്ടായാൽ അതിലിപ്പോൾ കനത്ത നിബന്ധനകളാണ് ഇസ്രായേൽ വെക്കുന്നത്. പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ആരെ കാണണം, എന്തൊക്കെ പരിപാടികൾ സംഘടിപ്പിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിയന്ത്രിക്കുന്നത് ഇസ്രായേലാണ് എന്നൊരു വിമർശനമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. അതായത് ഫ്രഞ്ച് പ്രസിഡന്റ് ആയിട്ടുള്ള മാക്രോൺ അദ്ദേഹം ഇസ്രായേൽ സന്ദർശിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഇതുവരെ വ്യക്തമല്ല. എന്നിരുന്നാലും ഇസ്രായേൽ ഇത്തരം നിബന്ധനകൾ അത് മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേലിലെ തന്നെ മാധ്യമമായിട്ടുള്ള ടൈംസ് ഓഫ് ഇസ്രായേൽ ആണ്. അതിനിടെ മറ്റൊരു വാർത്ത വരുന്നുണ്ട്. ഇസ്രായേലിന്റെ കപ്പലുകളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഹൂതികളുടെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. ഗസ യുദ്ധത്തെ എതിർത്തുകൊണ്ട് ഹൂതികൾ ഇപ്പോൾ ഇസ്രായേലി ഉടമസ്ഥതയിലുള്ള, അതായത് ഇസ്രായേലിന്റെ ഉടമസ്ഥതയിലുള്ള കപ്പലുകളെ ലക്ഷ്യമാക്കിക്കൊണ്ട് റെഡ് സീയിൽ ആക്രമണം നടത്തുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേലിന്റെ ഒരു വ്യോമാക്രമണത്തിൽ ഹൂതികളുടെ പ്രധാനമന്ത്രി കൊല്ലപ്പെട്ടത്. അതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഹൂതികളുടെ ഭാഗത്ത് നിന്ന് അത്തരമൊരു ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടാകുന്നത്, ഇസ്രായേലി കപ്പലുകൾക്ക് നേരെ ഉണ്ടാകുന്നത്. അവർ പറയുന്നത് ഗസയിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതുവരെ റെഡ് സീയിൽ ഇസ്രായേലി കപ്പലുകൾക്ക് സുരക്ഷ കിട്ടില്ല എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ ഒരു ആക്രമണത്തോടുകൂടി മാരിടൈം സുരക്ഷ അത് വലിയ രീതിയിലൊരു ആശങ്ക അത് ഉളവാക്കുന്നുണ്ട്.